إن الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم وإذا الموءودة سئلت بأي ذنب قتلت ബഹുമാനമുള്ള വിശ്വാസികളെ സഹോദരന്മാരെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും നമ്മുടെ ജീവിതത്തിന്റെ സർവ്വ മേഖലയിലും അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ ഉണർത്തുകയാണ്. അല്ലാഹു നമുക്ക് നമ്മുടെ കുടുംബത്തിനും അതിനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. വിശ്വാസികളെ സഹോദരന്മാരെ, ധാരാളം വിമർശനങ്ങളിൽ പെട്ട ഒന്നാണ് ഇസ്ലാമിനെ കുറിച്ച്, മുസ്ലിമുകളെ കുറിച്ച്. സ്ത്രീകൾക്ക് ഇസ്ലാമിലൊരു പരിഗണനയുമില്ല. ഇസ്ലാമിനെതിരെയുള്ള വിമർശനങ്ങൾ ഒരുപാടുണ്ട്. ദിനംപ്രതി ഇസ്ലാമിനെ എങ്ങനെ വിമർശിക്കാം, എങ്ങനെ അവഹേളിക്കാം എന്ന് സെർച്ച് ചെയ്ത് ദിനംപ്രതി ഉറക്കുവച്ചിരിക്കുന്ന ഒരു സമൂഹത്തിന്റെ മുന്നിൽ അല്പകാര്യങ്ങളൊക്കെ ചില സന്ദർഭങ്ങളിൽ നമ്മൾ ഇസ്ലാമിന്റെ വിഷയങ്ങൾ കണ്ട് വിമർശനങ്ങളൊക്കെ സഹിച്ചു പോകുന്നതിൻ്റെ മുമ്പ് ഒരു തിരിച്ചറിവ് നമുക്കും ഉണ്ടാവണം, അവർക്കും ഉണ്ടാവണം. നമുക്ക് തന്നെ നമ്മെക്കുറിച്ചൊരു ബോധമില്ലെങ്കിൽ മറ്റുള്ളവരുടെ ആക്ഷേപങ്ങൾ നമ്മളും ശരി തന്നെയാണല്ലോ എന്നൊരു തോന്നൽ നമുക്ക് വരും. നമുക്ക് നമ്മളെ സംരക്ഷിക്കണമെങ്കിൽ ഇസ്ലാമിലെ സ്ത്രീകൾക്കുള്ള പദവി എന്താണ്,
എന്നതിനെക്കുറിച്ച് നമ്മളൊന്ന് അറിയേണ്ട ആവശ്യമുണ്ട്. ഇസ്ലാം ദൈവിക മതമാണ്. ആണിനെയും പെണ്ണിനെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോരുത്തർക്കും വേണ്ടത് യോജിച്ച വിധം ആണിനെന്ത് നൽകണം, പെണ്ണിനെന്ത് നൽകണം, അതൊക്കെ ഒരു യുക്തിവാദിക്കും ഒരു വിമർശകനും പെണ്ണിനെ സൃഷ്ടിച്ചതിൽ ചില പോരായ്മകളുണ്ട് എന്നോ ആണിനെ സൃഷ്ടിച്ചതിൽ വല്ല പോരായ്മകളും ചൂണ്ടിക്കാണിക്കാൻ ഇന്നുവരെ സാധിച്ചിട്ടില്ല. എന്നാൽ ആണായ മനുഷ്യന് പെണ്ണായി ജീവിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്. അതിന് വേറെ ചികിത്സകൾ നടത്തുക എന്നല്ലാതെ വേറെ അതിന് മറുപടികളൊന്നുമില്ല. അത് ഇസ്ലാമിന്റെ തകരാറല്ല, മുസ്ലിമിന്റെ തകരാറല്ല, വേദഗ്രന്ഥത്തിന്റെയും പടച്ചവന്റെയും തീരുമാനങ്ങളുമല്ല. മനുഷ്യൻ മോശമായി തീരാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, ഏറ്റവും നല്ല രീതിയിലാണ് മനുഷ്യനെ അല്ലാഹു സൃഷ്ടിച്ചിട്ടുള്ളത്. ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം സുമ്മ റദദ്നാഹു അസ്ഫല സാഫിലീൻ. പിന്നീട് അവനെ അധമനായി അല്ലാഹു തരം താഴ്ത്തപ്പെടുന്ന അവസ്ഥയിലേക്ക് അവൻ പോയിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ്. അതിന്റെ ലക്ഷണമാണ് അങ്ങനെ. അന്തസ്സോടുകൂടി ജനിച്ചു വളർന്ന ആളുകൾ അന്തസ്സ് നഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരവസ്ഥയിലേക്ക് പോകുന്നതിന്റെ ഭാഗം അതാണ്. സ്വയം തെരഞ്ഞെടുക്കുന്ന വിഷയങ്ങളാണ് അതൊക്കെ. അതൊന്നും മതത്തിന്റെ പേരിലേക്ക് മതത്തിന്റെ പോരായ്മയായി എടുത്തു പറയാൻ സാധ്യമല്ല. എന്നാൽ വിമർശകർ ആഗ്രഹിക്കുന്നത് പോലെ മാത്രം ഇസ്ലാമിനെ കൊണ്ടുപോകാനും സാധ്യമല്ല. അവിടെയാണ് നമ്മൾ ഇസ്ലാമിന്റെ ജാഹിലിയ കാലം എന്ന് പറയുന്നത്. നമ്മളെ വിമർശിക്കുന്ന ആളുകൾ പറയാറുണ്ട് 6-ാം നൂറ്റാണ്ടില് വണ്ടി കയറിയ ആളുകളാണ്. എന്നാൽ 6-ാം നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്ന സംഭവം എന്താണെന്ന് അവർ ശരിക്കും പഠിച്ചിട്ടുമില്ല. ജാഹിലിയ കാലം എന്ന് പറയുന്നത് അജ്ഞാത കാലത്തെക്കുറിച്ച് പറയുന്നതാണ്. ഇസ്ലാം എന്തെന്ന് അറിയാത്ത ഒരു കാലഘട്ടം ഇസ്ലാമിന് മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട്. മഹാനവർ റളിയല്ലാഹു അൻഹു പറയാറുണ്ടല്ലേ, ഇസ്ലാമിന്റെ മുമ്പുള്ള ജാഹിലിയ കാലം അറിയാത്തൊരു മനുഷ്യൻ ഇസ്ലാമിലേക്ക് കടന്നു വന്നാൽ ഇസ്ലാമിന്റെ ഓരോ പിഴികളും ഓരോ ഇഴകളും അഴിഞ്ഞു പോകുമെന്ന്. അപ്പൊ ജാഹിലിയത്തിനെ പറ്റി ശരിക്കും പഠിക്കണം. അതറിയുന്ന ആളുകൾക്ക് ഇസ്ലാമിനെ കുറിച്ച് മഹത്വമുണ്ടാവും, ആദരവുണ്ടാവും, ബഹുമാനമുണ്ടാകും. അതറിയാത്തതിന്റെ പേരിലാണ് സ്ത്രീകൾക്ക് യഥേഷ്ടം അഴിഞ്ഞാടാനുള്ള സ്വാതന്ത്ര്യമില്ല, അത് ഇസ്ലാം കൊടുക്കുന്നില്ല. എന്നാൽ ജാഹിലിയ കാലത്ത് എന്തായിരുന്നു, ഒരു കുഞ്ഞിന്, ഒരു പെൺകുട്ടിക്ക് ജനിക്കാനും ജീവിക്കാനും അവസരം ഉണ്ടായിരുന്നില്ല. അതായിരുന്നു. അത് പഠിക്കുമ്പോഴല്ലേ ഇസ്ലാം കൊടുത്ത ആദരവ് മനസ്സിലാവുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി പറഞ്ഞു, വഇദാ ബുശ്ശിറ അഹദുഹും ബിൽ ഉൻസ വല്ല വജ്ഹു മുസ്വദ്ദൻ വഹുവ കലീം. അല്ലാഹു അങ്ങനെ പറഞ്ഞത്, വഇദാ ബുശ്ശിറ അഹദുഹും, അവരിൽ ആർക്കെങ്കിലും ഒരു സന്തോഷ വാർത്ത അറിയിച്ചു കഴിഞ്ഞാൽ, സന്തോഷ വാർത്തയാണ് പെൺകുട്ടി എന്നുള്ളത്, ബിൽ ഉൻസ, ഒരു പെൺകുഞ്ഞിനെ കുറിച്ചുള്ള, ഒരു പെണ്ണിനെ കുറിച്ചുള്ള സന്തോഷ വാർത്ത അറിയിച്ചു കഴിഞ്ഞാൽ, അതുണ്ടായിരുന്നില്ല അവർക്ക്, ജീവനോടെ കുഴിച്ചു മൂടുകയായിരുന്നു. എന്തെല്ലാം ചരിത്രങ്ങൾ നമ്മൾ വായിച്ചു കഴിഞ്ഞതാണ്. എത്രയെത്ര കുഞ്ഞുങ്ങളെയാണ് ഇസ്ലാമിലേക്ക് അവരൊക്കെ കടന്നു വന്നിട്ട് അത് ഓർത്ത് കരയുന്നവരായിരുന്നു ഉണ്ടായിരുന്നത്. ഇസ്ലാമിന്റെ മഹത്വം മനസ്സിലാക്കാതെ സ്വന്തം കുഞ്ഞിനെ പ്രസവിക്കുന്ന സന്ദർഭത്തിൽ സ്ത്രീകളെ ഒരു കുഴി കുഴിച്ചിട്ട് അതിന്റെ അടുത്ത് കൊണ്ട് നിർത്തിയിട്ട് പെൺകുട്ടിയാണെങ്കിൽ അപ്പം തന്നെ മണ്ണിടുന്ന ഒരു ലോകത്തായിരുന്നു ഉണ്ടായിരുന്നത്. ആ ഒരു കാലഘട്ടമായിരുന്നു. കുഴി കുഴിച്ചിട്ട് പ്രസവിക്കാനായ പെണ്ണുങ്ങളെ പ്രസവവേദന ഉണ്ടാകുമ്പോൾ കുഴിന്റെ പക്കത്ത് കൊണ്ടുപോയിട്ട് പ്രസവവേദന സന്ദർഭത്തിൽ നിർത്തുക. പെൺകുട്ടിയാണെന്ന് കണ്ടാൽ മണ്ണിടുക. കാണാനും പോലും, മുഖം പോലും കാണാൻ അവർക്ക് മനസ്സ് വന്നിരുന്നില്ല. അതായിരുന്നു ആ ജാഹിലിയ കാലം. അതാണ് അള്ളാഹുവോടെ പറയുന്നത്, വൈദാ ബുശ്ശിറ അഹദുഹും, അവരിൽ ആർക്കെങ്കിലും ഒരു സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടാൽ, ബിൽ ഉൻസ, പെൺകുഞ്ഞിനെ കുറിച്ച്, വല്ല വജ്ഹു മുസ്വദ്ദൻ വഹുവ കലീം, അവരുടെ മുഖം കറുത്തിരുണ്ടു പോകുന്ന, അപമാനത്താൽ, അവരുടെ കോപത്താൽ, ദേഷ്യത്താൽ അവരുടെ മുഖം അങ്ങോട്ട് രൂപം മാറിപ്പോകുന്ന അവസ്ഥയാണ്. യതവാറ മിനൽ ഖൗമി മിൻ സൂഇ മാ ബുശ്ശിറ ബിഹി. എന്താ അല്ലാഹു പറഞ്ഞേ, ജനങ്ങളിൽ നിന്ന് ഒളിഞ്ഞു മാറി മോശത്തിൽ കഴിയുന്ന അവൻ സന്തോഷം അറിയിച്ചു കഴിഞ്ഞാൽ, അല്ലാഹു എന്തൊരു കാര്യത്തെക്കുറിച്ചാണ് സന്തോഷം അറിയിച്ചത്, ആ ഒരു സന്തോഷ വാർത്തയെക്കുറിച്ച് അവര് ആളുകളിൽ നിന്ന് ഒളിച്ചു നിൽക്കുന്ന അവസ്ഥ. അള്ളാഹ് സന്തോഷ വാർത്ത അറിയിച്ചാണ്, പക്ഷെ അതൊക്കെ ഒരു അപമാനമായിട്ട് അവർ കണ്ടിരുന്നത്. അതിന് ജനങ്ങളെ മുന്നിലേക്ക് പ്രത്യക്ഷപ്പെടാതെ ഒഴിഞ്ഞു മാറി നിൽക്കുക. തന്നെയുമല്ല, ഈ അപമാനം സഹിച്ചുകൊണ്ട് പിടിച്ചു വെക്കണം, അതോ കുഞ്ഞിൽ കുഴിച്ചുമുടണമെന്ന് അവർ ആലോചിക്കുകയായിരുന്നു. അവരെ മനസ്സിലുണ്ടായിരുന്നതാണ്. അതാണ് ജാഹിലിയ കാലം.
അലാ സഅമായ അവർ തീരുമാനിക്കുന്ന, അവർ വിധിക്കുന്ന വിധി എത്ര മോശമാണ് എന്ന് അല്ലാഹു പറയണം. ഇതായിരുന്നു അവിടെ നടന്നിരുന്നത്. പെൺകുട്ടികളെ പ്രസവിച്ച സ്ത്രീകളടുത്തേക്ക് ഭർത്താക്കന്മാർ പിന്നെ വരാതാകുകയാണ്. എന്താണ് അവർ ചെയ്ത തെറ്റ്? ആ സ്ത്രീകൾക്ക് വല്ല ബന്ധമുണ്ടോ ആണായി പ്രസവിക്കാനും പെണ്ണായി പ്രസവിക്കാനും? അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, വൈദൽ മൗഊദത്തു സുഇലത് ബിഅയ്യി ദംബിൻ ഖുതിലത്. ഒഴിച്ചു മൂടപ്പെട്ട കുഞ്ഞിനുകളോട് അല്ലാഹു നാളെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു ദിവസം. കുട്ടിയോടാ ചോദിക്കുന്നത്. കുട്ടി എന്താ അറിയാനാണ്? ചോദിക്കേണ്ടത് ആരോടാണ്? ആ കുഴിച്ചു മൂടിയ ആളുകളോടാണ്. പക്ഷെ ചോദ്യം കുഞ്ഞിനോടാണ്. ബിഅയ്യി ദംബിൻ ഖുതിലത്. എന്തൊരു കാരണത്താലാണ്, എന്തൊരു തിന്മ കൊണ്ടാണ്, എന്തൊരു തെറ്റുകൊണ്ടാണ് മക്കളെ നിങ്ങളെ കുഴിച്ചു മൂടിയതെന്ന് അത് നമുക്ക് ചിന്തിക്കാനുള്ളൊരു ഭാഗമാണ്. അവരോട് ചോദിച്ചിട്ട് കാര്യമില്ല. നിരപരാധികളായ കുഞ്ഞുങ്ങൾ ഇന്നും കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നും അതാണ് അവസ്ഥ. ലോകത്തിന്റെ അവസ്ഥയാണ്. ഒരാൺകുഞ്ഞ് ജനിക്കാത്തതിന്റെ പേരിൽ ആ പെൺകുഞ്ഞിനെ മാത്രം പ്രസവിക്കുന്ന ഭാര്യമാരടുത്തേക്ക് വരാത്ത, അങ്ങനെ അകന്നു പോകണം. ഒന്നോ രണ്ടോ പ്രസവിച്ചു കഴിഞ്ഞാൽ ഇനി അവിടെ അടുത്തേക്ക് പോയി കഴിഞ്ഞാൽ അടുത്ത പ്രസവം പെണ്ണായി തീരുമെന്ന് കരുതിയിട്ട് ഭാര്യമാരുടെ അടുത്തേക്ക് വരാത്ത അവസ്ഥ. എന്നിട്ട് പെണ്ണ് പാടി, മാലി അബി ഹംസ ലാ യഅതീനാ യളുല്ലു ഫിൽ ബൈത്തിൽ ലദീ യലീനാ വളുബാനു അല്ലാ നലിദിൽ ബനീനാ വലൈസ ലനാ മിൻ അംരിനാ മാശീനാ. പെണ്ണിങ്ങനെ പാടുകയാണ്, സൈ കെട്ടിട്ട് പാടുകയാണ്, മാലി അബി ഹംസ ലാ യഅതീനാ. ഹംസന്റെ വാപ്പപ്പ് ഞങ്ങളുടെ അടുത്തേക്ക് വരവില്ല എന്നുള്ളതാണ് കാരണം. അതാണ് നമ്മുടെ അടുത്തുള്ള വീട്ടില് അവർ കഴിയണമെന്നാ. സ്വന്തം വീട്ടിലേക്ക് വരുന്നില്ല, അടുത്ത വീട്ടിലാണ് അവർ കഴിഞ്ഞു കൂടുന്നത്. എന്താ പറയണേ? കാരണം ഞങ്ങൾ ആൺകുട്ടികളെ പ്രസവിക്കാത്തതിന്റെ പേരിലാണ്. ഇതാ കാരണം. അപ്പൊ അടുത്ത വീട്ടിൽ വന്ന് നിൽക്കും, വീട്ടിലേക്ക് വരൂല. നമ്മുടെ കാര്യം നമ്മുടെ ഉദ്ദേശത്തിൽ പെട്ടതല്ലല്ലോ ഒരാൺകുട്ടിയെ പ്രസവിക്കുക എന്നുള്ളതും നമുക്കുള്ളൊരു സ്വാതന്ത്ര്യവുമല്ല. ഇത് നമ്മൾ ആക്ഷേപിച്ചിട്ട് എന്താ കാര്യം? ഇതായിരുന്നു ജാഹിലിയ്യ കാലത്ത് ഉണ്ടായിരുന്ന സ്ത്രീകൾ വരെ പാടാൻ തുടങ്ങിയതാണ്. അവരെന്ത് കുറ്റക്കാരാണ്? ആ കാലഘട്ടത്തിലാണ് ഇസ്ലാം ശരിക്കും എല്ലാവിധ അവകാശങ്ങളും വകവെച്ച് കൊടുത്തുകൊണ്ട് പെൺകുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, യാ അയ്യുഹന്നാസ്, ജനങ്ങളെ, ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസാ, നിങ്ങളെ ഒരു ആണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമായാണ് സൃഷ്ടിച്ചിട്ടുള്ളത് എന്നാ. അപ്പം ഈ കുഴിച്ചു മുടുന്നവൻ ഒരു പെണ്ണിൽ നിന്നാ സൃഷ്ടിച്ചിട്ടുള്ളത്. അവനക്ക് ജനിക്കണമെങ്കിൽ ഒരു ആണും വേണം ഒരു പെണ്ണും വേണം. എന്നിട്ട് പറയുന്ന വജഅൽനാകും ശുഊബൻ വഖബായില ലിതആറഫു ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും. നിങ്ങളെ അന്യോന്യം അറിയേണ്ടതിന് വേണ്ടി മാത്രമാണ് നിങ്ങളെ വിവിധ ഗോത്രങ്ങളും ഉപഗോത്രങ്ങളും ആക്കി തീർത്തത്. നിങ്ങളിൽ ഏറ്റവും മാന്യൻ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവരാണ്. തഖ്വയോടുകൂടി ഭക്തിപൂർവ്വം ജീവിക്കുന്ന ആരാണോ നിങ്ങളിലുള്ളത് അവർക്ക് അള്ളാഹിന്റെ അടുത്ത് സ്ഥാനമുള്ളൂ. ഇന്ന കുടുംബത്തിൽ ജനിച്ചു, ഇന്ന തറവാട്ടിൽ ജനിച്ചു എന്നതൊന്നും ഇസ്ലാമിന്റെ സ്ഥാനമുള്ളതല്ല. ഇസ്ലാമിലെ തഖ്വ, അള്ളാഹുവിനനുസരിച്ച് ഭയപ്പെട്ട് ജീവിക്കുന്നവർക്കാണ് റബ്ബിന്റെ അടുത്ത് ആദരവ് ലഭിക്കുക എന്നാണ്. അങ്ങനല്ല ആദരവുണ്ടായിരുന്നത്. ആൺകുട്ടികളാകുമ്പോൾ പെൺകുട്ടികളെ അപമാനിക്കുക. ഇനി അവര് പെൺകുട്ടികൾക്ക് അള്ളാഹു നൽകിയ പ്രോത്സാഹനം എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ആണുങ്ങളെ പോലെ പ്രതിഫല പരലോകത്ത്. അല്ലാഹു പറഞ്ഞു, മൻ അമില സ്വാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻസാ, ആണാവട്ടെ പെണ്ണാവട്ടെ സൽക്രമം പ്രവർത്തിച്ചാൽ വഹുവ മുഅ്മിൻ, ഒരു ഷർത്തേ ഉള്ളൂ, അവർ വിശ്വാസികളാകണം. വിശ്വാസിയായിക്കൊണ്ട് ആണാകട്ടെ പെണ്ണാകട്ടെ സൽക്കർമ്മം പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഫലനുഹിയന്നഹു ഹയാത്തൻ തയ്യിബ, അവർക്ക് ഈ ദുനിയാവിന് നല്ല ജീവിതം നൽകുന്ന, ഈ ദുനിയാവില്, അത് ഈ ദുനിയാവിലത്തെ വിഷയമാണ് പറഞ്ഞത്. എന്നിട്ട് പറഞ്ഞു വലനജ്സിയന്നഹും അജ്റഹും ബിഅഹ്സനി മാ കാനൂ യഅമലൂൻ, അത് പരലോകത്തും. ഈ ലോകത്തും പരലോകത്തും ഈമാനോടുകൂടി സൽക്കർമ്മം പ്രവർത്തിച്ചാൽ ഒരാൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല ജീവിതം നൽകാതിരിക്കുകയില്ല.
ആണാകട്ടെ പെണ്ണാകട്ടെ. ആണിനും നല്ല ജീവിതം നൽകും, പെണ്ണിനും നല്ല ജീവിതം നൽകും. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും മോശങ്ങൾ ഉണ്ടെങ്കിൽ അത് നമ്മുടെ ഈമാൻ പരിശോധിക്കണം, സൽക്കർമ്മം പരിശോധിക്കണം. അതാണ് ഈ ആയത്ത് നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മുടെ ജീവിതത്തിന്റെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും എന്തുകൊണ്ട് കടന്നു വരുന്നു എന്നുള്ളത് ഈ ആയത്ത് നമ്മളെ വിളിച്ചറിയിക്കുന്നുണ്ട്. നമ്മുടെ പോരായ്മ, നമ്മുടെ ഈമാനിക പോരായ്മ, നമ്മുടെ സൽക്കർമ്മത്തിന്റെ പോരായ്മ ഈ ലോകത്തും പരലോകത്തും നമുക്ക് പരാജയമായിരിക്കും. ഇവിടെയും അവിടെയും നല്ല ജീവിതം, ഹയാത്തൻ ത്വയ്യിബ, ആ നല്ല ജീവിതം ലഭിക്കാൻ നമ്മൾ ഈ രണ്ട് ഷർത്ത് പാലിക്കണം. അവിടെ ആണിനും പെണ്ണിനും, പെണ്ണിന് വേറെ ആണിന് വേറെ എന്ന് തീരുമാനിച്ചിട്ടില്ല. ആണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. നോക്കി, സ്വത്തിന്റെ കാര്യത്തിൽ നിന്നും, സ്വത്തിന്റെ കാര്യത്തിൽ ഒരു ആണിനെ പോലെയാണോ പെണ്ണിന്? ആണിന്റെ പകുതിയാണ് പെണ്ണിനെന്നുകൊണ്ട് എന്താ നഷ്ടം പെണ്ണിന്? പെണ്ണിന് ഭർത്താവിന് ചെലവിന് കൊടുക്കണ്ട, കുട്ടികൾക്ക് ചെലവിന് കൊടുക്കണ്ട, വീടിന്റെ വാടക കൊടുക്കണ്ട, വസ്ത്രം വാങ്ങിക്കൊടുക്കണ്ട, എല്ലാ ഉത്തരവാദിത്തങ്ങളും ആണിനാണ്. പെണ്ണിനെ സമ്പാദിക്കുന്നതൊക്കെ സ്റ്റോപ്പ് ചെയ്യാം. ഇത്ര സുഖമുള്ള പരിപാടി ആയിരിക്കുള്ളത്. പെണ്ണിനെ ഒന്നും കൂടി അള്ളാഹു ഉയർത്തി. അള്ളാഹു പറഞ്ഞു, പുരുഷന്മാർക്കൊരു വിഹിതമുണ്ട് അവരുടെ മാതാപിതാക്കളും ബന്ധുക്കളും അടുത്ത ബന്ധുക്കളും ഇട്ടേച്ച് പോയത്. വലി നിസായി, സ്ത്രീകൾക്കുമുണ്ട് നസീബും ഒരു വിഹിതം. മിമ്മ തറക്കൽ വാലിദാനി വല്ലഖറബൂൻ. അതേ രീതിയിൽ അവരെ കുടുംബങ്ങൾ ഇട്ടുപോയത്, മാതാപിതാക്കൾ ഇട്ടുപോയത്. എന്നിട്ടെന്താ പറഞ്ഞേ? മിമ്മ കല്ല മിനു ഔ കസറ നസീബ മഫ്റൂള. അത് കുറവാകട്ടെ കൂടുതലാകട്ടെ അത് നിർബന്ധമായ ഒരു ഓഹരിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചതാണ്. സ്ത്രീകൾക്ക് ഇത്ര, പുരുഷന്മാർക്ക് ഇത്ര. സ്ത്രീകൾക്കാണ് അവിടെ ലാഭം. പരിശോധിക്കുമ്പോൾ സ്ത്രീകളെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സാമ്പത്തിക മേഖലയിൽ ഉയർത്തിയിട്ടുള്ളത്. മനസ്സിലാക്കുമ്പോഴാണ് ഇസ്ലാമിലെ സ്ത്രീകൾക്ക് കൊടുത്ത പദവി അറിയണമെങ്കിൽ ഒരു വിലയുമില്ലാതെ സ്ത്രീകളെ കുറിച്ച് മുസ്ലിമീൻ സമൂഹത്തെ അവഹേളിക്കാൻ വേണ്ടി തോന്നിയവാസത്തിന് കിട്ടാതെ വരുമ്പോൾ, മുസ്ലിം സ്ത്രീകൾ അവരവരുടെ നഗ്നത വെളിവാക്കാൻ തയ്യാറാകാതെ വരുമ്പോൾ ഉണ്ടാകുന്ന ആക്ഷേപങ്ങളാണത്. നേരെ മറിച്ച് മറ്റുള്ള ആളുകളെ പോലെ എല്ലാവിധ രീതിയിലാണ് ഇസ്ലാം നല്ല മതമായി പറയും. നല്ല സ്വാതന്ത്ര്യമുള്ള മതമാണ്. എന്തും കാണിക്കാനുള്ള സ്വാതന്ത്ര്യം എല്ലാവരും ഇസ്ലാം ആയിക്കോളും. അങ്ങനെ ഇസ്ലാം ആയിക്കുള്ള കാര്യമുണ്ട്. അള്ളാഹു പറഞ്ഞു, യൂസിക്കുമുല്ലാഹു ഫീ ഔലാദിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ സന്താനങ്ങൾക്ക് ഇതാ വസിയത്ത് നൽകുന്നു, നിങ്ങളോട് വസിയത്ത് നൽകുന്നു. എന്നിട്ട് പറഞ്ഞാൽ എന്താ? സ്ത്രീകളെ പുരുഷന്റെ, സ്ത്രീകളുടെ രണ്ടിരട്ടിയാണ് പുരുഷന്മാർക്കുള്ളത്. ഒരു ഉറുപ്പ്യ സ്ത്രീക്കുണ്ടെങ്കിൽ 2 ഉറുപ്പ്യ പുരുഷനുണ്ട്. പക്ഷെ ആ സ്ത്രീയുടെ ഒരു ഉറുപ്പ്യായിട്ട് അവിടെ അങ്ങനെ വെക്കാം. പുരുഷന്റെ രണ്ടും തയ്യില്ല. എന്നിട്ട് പിള്ളേരിന് കടം വാങ്ങേണ്ടി വരും. ആണ്. അപ്പൊ പദവി കൊടുത്തത് സ്ത്രീക്കാണ്, എല്ലാ ഉത്തരവാദിത്തങ്ങളും പുരുഷന്. വൈൻ കുന്ന നിസാഅൻ ഫൗകസ്നതൈനി ഫലഉന്ന സുൽസാ മാ തറക. ഇനി ഒന്നിൽ കൂടുതൽ പെണ്ണുങ്ങളാണെങ്കിൽ അവർക്ക് സ്വത്തിന്റെ 3/2 ഭാഗമുണ്ട് എന്ന് അള്ളാഹു പറയുന്നു. അത്രയും ഒക്കെ സ്ത്രീകളെ ആദരിച്ച് ബഹുമാനിച്ച് വേണ്ടതുപോലെ. ഇത് തന്നെയുമല്ല, മാതാപിതാക്കൾക്ക് പെൺകുട്ടികൾ സ്വർഗമാണെന്ന് അറിയിച്ചു. സ്വർഗമാണ്. അബൂ സഈദ് ഖുദരി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ലാ യകൂനു ലി അഹദികും സലാസു ബനാത്തിൻ ഔ സലാസു അഖവാത്തിൻ ഫയുഹ്സിനു ഇലൈഹിന്ന ഇല്ലാ ദഖലൽ ജന്ന. നിങ്ങളിൽ ആർക്കെങ്കിലും 3 പെൺകുട്ടികൾ അല്ല 3 സഹോദരിമാര് അവർ കിട്ടി, അവരോട് നല്ല രീതിയിൽ ഫയുഹ്സിനു ഇലൈഹിന്ന, അവരോട് നന്നായി പെരുമാറണം, നല്ല ജീവിതം നൽകണം അവർക്ക്. അങ്ങനെ കഴിഞ്ഞാൽ ഇല്ലാ ദഖലൽ ജന്ന, സ്വർഗത്തിൽ കടക്കാതിരിക്കുക. സ്വർഗത്തിലേക്ക് എത്താൻ ഒരു 3 പെൺകുട്ടിനെ കിട്ടിയാൽ മതി എന്നുള്ളതാണ്. നരകത്തിന് മറയായി വരുന്നത് പെൺകുട്ടികളാണ്. ഇവിടെ ഒന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആൺകുട്ടികളല്ല പറഞ്ഞത്. നമുക്ക് 2-3 പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ ആ പെൺകുട്ടികൾ നമുക്ക് മറയായി വരും. നമ്മളെ കത്തിച്ചൊലിക്കുന്ന നരകത്തിലേക്ക് ബാപ്പാനെയും ഉമ്മാനും പറഞ്ഞു വിടാതെ അവർ തടുത്തു വെക്കുന്ന അവസ്ഥ. ആ രീതിയിൽ നമ്മൾ വളർത്തണവരെ. അതേപോലെ തന്നെ നമ്മൾ സ്വർഗത്തിലേക്ക് കടക്കാൻ ഒരു കാരണമാകുന്നത് നമ്മളെ പെൺമക്കളാണ്. എത്ര ആളുകൾക്ക് അറിയും? എന്നാൽ അവർ മുഖേന നരകം വാങ്ങേണ്ട അവസ്ഥയാണ് നമുക്ക് വരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ, പ്രവാചകൻ പറഞ്ഞതുപോലെ പെൺമക്കളെ പോറ്റി വളർത്താൻ നമുക്ക് സാധിക്കുന്നില്ല. അത് നമ്മുടെ ഏറ്റവും വലിയ പരാജയമാണ്. അവരുടെ സൗന്ദര്യങ്ങൾ മറ്റുള്ളവർക്ക് നോക്കി
ആനന്ദിക്കാൻ വേണ്ടി മാതാപിതാക്കൾ വിട്ടുകൊടുക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ഗൗരവമുള്ള വാക്കല്ല. ഏത് മാതാപിതാക്കൾക്കും മനസ്സിലാവില്ല. സ്വന്തം മക്കളെ കാണുമ്പോൾ ചിലപ്പം വലിയ ചിന്തകൾക്കൊന്നും വലിയ കുഴപ്പമുണ്ടാവില്ല. പക്ഷെ ഈ മാതാപിതാക്കൾക്ക് മറ്റുള്ള അതേ പ്രായമുള്ള പെൺകുട്ടികളെ കാണുമ്പോൾ മനസ്സ് എങ്ങനെ തോന്നുന്നു, അതുകൊണ്ട് ചിന്തിച്ചാൽ പോരെ. എന്റെ മക്കളെ കാണുമ്പോൾ മറ്റുള്ളവന്റെ മനസ്സിൽ മോശ വിചാരങ്ങൾ കടന്നു പോകാൻ അത് സാധിക്കുമെങ്കിൽ ഞാനാണ് അതിന്റെ കാരണക്കാരൻ എന്ന് മനസ്സിലാക്കാൻ ഏത് വാപ്പാക്ക അമ്മാക്ക സാധിക്കാത്തത്? ഈ ലോകത്ത് നമുക്ക് സ്വർഗം നേടാനുള്ള ഒരു അവസരമാണ് മക്കൾ എന്ന് പറയുന്നത്. ആ മക്കൾ മുഖേന നമ്മൾ നരകത്തിലേക്ക് എത്തുന്ന അവസ്ഥ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ? ഉഖബത്ത് ഇബ്നു അംർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ് കാണാം, മൻ കാന ലഹു സലാസു ബനാത്തിൻ ഫസ്വബറ അലൈഹിന്ന. ആർക്കെങ്കിലും 3 പെൺകുട്ടികളുണ്ടായി അവരുടെ കാര്യത്തിൽ ക്ഷമിച്ചാൽ, നന്നായിട്ട് സബർ പാലിക്കണം പെൺകുട്ടികളെ വളർത്താൻ. വഅതഅമഹുന്ന, അവർക്ക് ഭക്ഷണം കൊടുക്കണം. വസഖാഹുന്ന, അവരെ കൊണ്ട് കുടിപ്പിക്കണം. വകസാഹുന്ന, അവർക്ക് ധരിപ്പിക്കണം. മിൻ ജിദത്തിഹി, അതായത് കഴിവനുസരിച്ച് കുന്നലഹു ഹിജാബൻ മിനന്നാർ യൗമൽ ഖിയാമ. ഈ പെൺകുട്ടികള് നാളെ നരകത്തിന് മറയായി വരും ഈ മാതാപിതാക്കൾക്ക്. ആരാ ഭക്ഷണം കൊടുക്കുന്നത്? പിതാവ്. ആ പിതാവിന് മറയായി വരുന്ന ഈ പെൺകുട്ടികൾ. അപ്പോൾ ഏത് കൊടുക്കണം? നമ്മളെ കഴിവിൽപ്പെട്ടത്, നമ്മളെ കയ്യിലുള്ളത് കൊടുത്താൽ മതി. നല്ല വസ്ത്രം, ഭംഗിയുള്ളത് വാങ്ങിക്കൊടുക്കാൻ ഹലാലല്ലാത്ത പൈസ കൊണ്ട് നമ്മൾ അതിന് ചെയ്യരുത്. കൊടുക്കുന്ന വെള്ളം, കൊടുക്കുന്ന ഭക്ഷണം, ധരിക്കുന്ന വസ്ത്രം ഹലാലായിരിക്കണം. അതാണ് കൂവം പുസ്തകം വഹിലിക്കുന്നാറാന്ന് അല്ലാഹു പറഞ്ഞത്. നിങ്ങളും ആ കുടുംബത്തെ നിങ്ങൾ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണം. അതേ സ്ഥാനത്ത് നമ്മളും നമ്മളെ കുടുംബങ്ങളും കത്തിച്ചൊലിക്കുന്ന നരകത്തിലേക്ക് പോകുന്ന രീതിയിലാണ് നമ്മളുടെ ഭക്ഷണവും വസ്ത്രവും നമ്മളുടെ വസ്ത്രവും. ആകെ നമ്മൾ ഹറാമിലാണുള്ളത്. എവിടുന്നാണ് നമുക്ക് ഉത്ബോധനങ്ങൾ തടിക്ക് പിടിക്കുക? എവിടുന്നാണ് നമ്മൾ ഹറാമിൽ നിന്നൊന്ന് മാറിയിട്ട് ഹലാൽ ജീവിച്ച് സംഭവിച്ചതിനെ കുറിച്ചൊന്ന് തൗബ ചെയ്ത് പരിശുദ്ധമായ ജീവിതം ഒന്ന് നന്നാക്കി പരലോകത്ത് രക്ഷപ്പെടാനുള്ള ഒരു വിചാരത്തിന് അതിനുള്ളൊരു അവസരമാണ് ഈ ദുനിയാവിലെ ജീവിതം എന്ന് പറയുന്നത്. അത് വെറുതെ കളയാനുള്ളതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 3 പെൺകുട്ടികളുണ്ട്. അവർ നല്ലപോലെ ദീനീപരമായി പഠിപ്പിച്ച് വളർത്തി അവരെ നല്ല ഒരു ഇണയെ ഏൽപ്പിച്ചു കൊടുത്താൽ അവർ നരകത്തിന് മറയാകും, അത് മുഖേന സ്വർഗത്തിൽ കടക്കാം എന്ന സന്ദേശങ്ങൾ സഹാബാക്കളുടെ മുന്നിൽ വെച്ച് അവതരിപ്പിച്ചപ്പോൾ കരയുന്ന സഹാബികളെ കണ്ടത് എന്താ കാരണമല്ലോ? പെൺകുട്ടികളുടെ നബി പറഞ്ഞത് 3 എനിക്ക് പെൺകുട്ടി 2 അപ്പുറത്തുനിന്ന് കരച്ചിൽ കേൾക്കുന്നു. നബി പറഞ്ഞത് 3 പെൺകുട്ടികളുടെ കാര്യമാണല്ലോ, എനിക്ക് പെൺകുട്ടി 1 പെൺകുട്ടികളുടെ എണ്ണത്തിന്റെ കുറവിൽ സങ്കടപ്പെട്ട് കരയുന്നു. എനിക്ക് പരലോകത്ത് രക്ഷപ്പെടാൻ എനിക്ക് പെൺകുട്ടികൾ വേണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് കരഞ്ഞ ഒരു ഇസ്ലാമാണ്. ആ ഇസ്ലാമിനെ ആരും പരിചയപ്പെടുത്തുന്നില്ല. ആ ഇസ്ലാമിനെ ആർക്കും അറിഞ്ഞുകൂടാ. എല്ലാവർക്കും അറിയുന്നത് വിമർശിക്കാൻ വേണ്ടി മാത്രം ഇസ്ലാമിന്റെ എന്തെങ്കിലുമൊക്കെ എടുത്തുകൊണ്ടുവന്നിട്ട് അവരുടെ വസ്ത്രം കെട്ടിപ്പൊതിഞ്ഞ് എന്തെല്ലാം വിമർശനങ്ങളാണ്, ഒന്നും പറയാൻ പറ്റാത്ത രീതിയിൽ. എല്ലാവർക്കും അറിയാം ശരിയല്ല, ശരിയായ ജീവിതം ഇസ്ലാമിന്റെ ജീവിതം തന്നെയാണെന്ന്. പക്ഷെ ഒഴുകുന്നവർക്കൊപ്പം ഒഴുകുകയാണ് എന്ന് മാത്രമാണ് അതിൽ മനസ്സിലാക്കാനുള്ളത്. അല്ലാഹു കാര്യങ്ങൾ വസ്തുനിഷ്ഠമായി പഠിച്ച് മനസ്സിലാക്കി ജീവിക്കാനുള്ള തൗഫീഖ് അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. അഖൂലു മാ തസ്മഊൻ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും മിൻ കുല്ലി ദൻബിൻ വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله نزل الفرقان على عبده ليكون للعالمين نذيرا. الصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وآله وصحبه أجمعين. أما بعد, ഒരിക്കൽ കൂടി അല്ലാഹുവിനെ യഥാവിധിയിൽ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഈ ഭൂമിയിൽ വില കൂടിയ വസ്തു എന്ന് ചോദിച്ചാൽ നമ്മളെ മനസ്സിലേക്ക് സ്വർണവും
അതേപോലുള്ള വില കൂടിയ വസ്തുക്കളും ഒക്കെ ആയിരിക്കും നമ്മൾ കടന്ന് ചിന്തിച്ച് നമ്മൾ ഉത്തരം കണ്ടെത്തുക. അങ്ങനെ തന്നെയാണ് അല്ലേ? ഇരിക്കുന്നോടും വില കൂടുന്ന സാധനങ്ങളെ കുറിച്ചാണ് നമ്മൾ കാണുക. പക്ഷെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എന്തിനെ കുറിച്ചാണ്? പെൺകുഞ്ഞുങ്ങളെ കുറിച്ച്, സ്ത്രീകളെ കുറിച്ചാണ്. ഏറ്റവും വില കൂടിയ വസ്തു. നമുക്കൊരു വിലയില്ലാത്തതിന് പെൺകുട്ടികളെ പറഞ്ഞിട്ടോ ഇസ്ലാമിനെ പറഞ്ഞിട്ടോ കാര്യമില്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന അബ്ദുല്ലാഹ് ഇബ്നു അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു ധരിക്കുന്ന മുസ്ലിം ധരിക്കുന്ന ഹദീസിൽ പറയുന്നു, അദ്ദുനിയ മതാഅ വഖൈറു മതാഉഹാ വഖൈറു മതാഇഹാ അൽമർഅത്തു സ്വാലിഹ. ഈ ദുനിയാവിലുള്ള വിഭവങ്ങളൊക്കെ അനുഭവിക്കാനുള്ളതാണ്. മത്താഴ് എന്ന് പറഞ്ഞാൽ അതിന് വിശദീകരണങ്ങൾ ഉലമാക്കൾ വിശദീകരിക്കുന്ന ഒരു യാത്രക്കാരൻ അവന്റെ യാത്രാ വിഭവങ്ങൾ ഒരുക്കി വെക്കുന്നുണ്ട്. അത് ഒരു പരിധിവരെയുള്ള യാത്ര തീരുന്നതിന് മുമ്പ് തീരാം, യാത്ര കഴിഞ്ഞാൽ അത് ഉപയോഗമില്ലാതെ ആക്കി വെക്കാം. മറിച്ച് വഖൈറു മതാഇഹ അൽ മർഅത്തു സ്വാലിഹ, സ്വാലിഹത്തായ ഒരു പെണ്ണാണ് ഏറ്റവും ഖൈറ് നിറഞ്ഞ മതാവ്. ഉപയോഗിക്കാൻ ഏറ്റവും നല്ല സാധനം എന്താണെന്നല്ലോ, ഒരാണിന് കിട്ടിക്കഴിഞ്ഞാൽ അവന്റെ അവകാശത്തിൽ അവളുടെ ശരീരം കാത്തു സൂക്ഷിക്കുന്നവളാണ്. അവന്റെ സന്താനങ്ങളെ ദീനീപരമായി പരിപാലിക്കുന്നവളാണ്. അവന്റെ സമ്പത്തിൽ അള്ളാഹുവിനെ ഭയപ്പെടുന്നവളാണ്. അതാണ് ഖൈറു മതാഇഹ അൽ മർഅത്തു സ്വാലിഹ, സ്വാലിഹത്തായ. അവളിലേക്ക് നീ നോക്കിയാൽ ഇദാ നളർത ഇലൈഹ സർറത്, നീ അവളിലേക്കൊന്ന് നോക്കിക്കഴിഞ്ഞാൽ അവൾ നിന്നെ സന്തോഷിപ്പിക്കുന്നു. നീ അവളിലേക്ക് നോക്കിയാൽ നിന്നെ അവൾ സങ്കടപ്പെടുത്തുന്നുണ്ടോ? സ്വാലിഹത്തല്ല, നിന്നെ സന്തോഷിപ്പിക്കും. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വില കൂടിയ വസ്തുവിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. നമുക്ക് വിലയില്ല. സ്ത്രീകളെ അല്ലാഹു അത്ര അധികം, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്രയും അധികം, അതിനേക്കാളും വില കൂടിയ ഒരു വസ്തു ഇല്ല, സ്ത്രീകളെക്കാളും വില കൂടിയ ഒരു വസ്തു ഇല്ല എന്ന് നമുക്കൊന്ന് തിരിയണ്ടേ? എന്നെങ്കിലും ആ ഒരു വില കൂടിയ വസ്തു, നമ്മളെ ഒരു പവൻ സ്വർണം നമ്മളെ വീട്ടിന്റെ പുറത്ത് കൊണ്ടുവന്ന് വെക്കുമോ? ഇല്ല, വെക്കൂല. എന്നാൽ നമ്മളെ മക്കൾ അതിനേക്കാളും വിലയുള്ളതാണ് പെൺകുട്ടി. പെൺകുട്ടിനെ നമ്മൾ അങ്ങനെ വെക്കുന്നത് പറയണ്ടല്ലോ. വില കൂടിയ വസ്തു എവിടെ വെക്കേണ്ടത്? അത് അടിച്ചു മാറ്റാതിരിക്കാൻ, അടിച്ചു പോകാതിരിക്കാൻ, നഷ്ടപ്പെടാതിരിക്കാൻ എങ്ങനെ സൂക്ഷിക്കും? അതിലേറെ സൂക്ഷിക്കണം. 1 പവനോ 10 പവനോ 100 പവനോ നമ്മളെ വീട്ടിലുണ്ട്, അത് കൊള്ളയടിച്ചു പോയാൽ നമ്മളെ സ്വർഗം തടയപ്പെടൂല. ഒരു പെൺകുട്ടിക്ക് വല്ലതും പറ്റിക്കഴിഞ്ഞാൽ അത് നമ്മളെ സ്വർഗം നഷ്ടപ്പെടും, നരക പ്രവേശത്തിന് അതിൽ കാരണമാകും. അവളെ കല്യാണം കഴിക്കുമ്പോൾ വില ഉണ്ടെങ്കിൽ സ്ത്രീധനം കൊടുക്കുവോ? സ്ത്രീധനം ചോദിച്ചു വരുമോ? വില അവിടെ പോയി പെണ്ണിന്റെ വില അവിടെ നഷ്ടപ്പെട്ടു. ഒരു പുരുഷന്റെ ആവശ്യമാണ് ഒരു പെണ്ണ്, അതിന് വില ഉണ്ട്. കല്യാണം കഴിക്കുമ്പോൾ ഒരു വിലയില്ല. ആ വീട്ടിലെ തന്നെ അവർക്ക് മൃഗം കാഷ്ടിച്ച കാഷ്ടം അല്ലേ, അത് കോരിക്കൊണ്ടാൻ വേണ്ടി 50-100 ഉറുപ്പിക ഒരു കൊട്ടക്കണക്കിൽ ഇങ്ങോട്ട് കിട്ടും. 18 വയസ്സ് 20 വയസ്സ് വരെ വളർത്തിയ ഒരു പെൺകുട്ടിനെ ഒരു വഴനെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ അവൻ ചോദിക്കുന്നത് കൊടുക്കണം. അവസ്ഥ ആ പെൺകുട്ടിനും കൊടുക്കണോ, അവൻ ചോദിക്കുന്നതും കൊടുക്കണം. അവനങ്ങനെ ആദരിച്ച് ബഹുമാനിച്ചു കൊണ്ടുപോകണം. ആരുണ്ടാക്കിയതാ? ഇസ്ലാം ഉണ്ടാക്കിയതാ? അല്ല, നമ്മൾ ഉണ്ടാക്കിയത്. നമ്മളാണ് അവളെ വില കുറച്ചത്. അവളുടെ ശരീരം കച്ചവട ചരക്കാക്കി മാറ്റി. പരസ്യങ്ങൾക്ക് ആരാണ് ഉപയോഗിക്കുന്നത്? ലോകത്തുള്ള എല്ലാ കച്ചവടക്കാർക്കും ആവശ്യം ഒരു പെണ്ണിന്റെ ശരീരമാണ്. ഏത് ചാനലുകളും ഏത് യൂട്യൂബുകളും എടുത്തു നോക്കിയാൽ ഒരു പെണ്ണ് അല്പം ശരീരം നീക്കാതെ ഒരു സംഗതി ഇവിടെ വിറ്റഴിക്കുന്നില്ല. ആ പൈസ കൊണ്ടേറ്റ് മുസ്ലിമിന് തിന്നാൻ പറ്റുമോ? വളർന്നു വരുന്ന പെൺകുട്ടികളെ പല ചാനലുകളിൽ ഇറക്കി കോമഡിയായും പല വർത്തമാനങ്ങളുമായി
രക്ഷിതാക്കളാണ് അതിനെ സപ്പോർട്ട് ചെയ്യുന്നത്. കുറച്ച് ഭംഗിയുണ്ടെങ്കിൽ അത് ജനങ്ങളുടെ മുന്നിൽ ബിസിനസ് വൽക്കരിക്കപ്പെടുന്ന ഒരു ലോകത്തേക്ക് അവനാന്റെ പെൺകുട്ടികളെ മാറ്റുന്ന ഒരവസ്ഥ. അതുകൊണ്ട് പെൺകുട്ടികൾ ശ്രദ്ധിക്കേണ്ടത് സംസാരത്തില്, വസ്ത്രത്തില്, മാതാപിതാക്കൾ മോശമായ വസ്ത്രം വാങ്ങിത്തന്നാലും ശരി, ഇതെന്റെ നരകത്തിലേക്ക് പോകുന്ന അവസ്ഥയാണെന്ന് പെൺകുട്ടികൾ കരുതിക്കൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് ഇസ്ലാമിക വസ്ത്രമല്ലാത്തൊരു വസ്ത്രം ഞാൻ ധരിക്കുകയില്ല എന്ന് പെൺകുട്ടികൾ തീരുമാനിക്കണം. കൊഞ്ചിക്കൊഴിഞ്ഞ അന്യ ആളുകളോടുള്ള സംസാരം ഒരു കാരണവശാലും സ്ത്രീകൾക്ക് പാടുള്ളതല്ല. അള്ളാഹു പറഞ്ഞു, ഇനി തഖൈന ഫലാ തഖ്ലൈന ബിൽ ഖൗലി ഫയത്മഅ അല്ലദീ ഫീ ഖൽബിഹി മറദുൻ വഖുൽന ഖൗലൻ മഅറൂഫ. അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന പെണ്ണുങ്ങളെ കുറിച്ച് പറഞ്ഞുകൊടുത്ത് നബിന്റെ ഭാര്യമാരെ പറ്റി പറഞ്ഞുകൊടുത്താണ് പറഞ്ഞത്, നിങ്ങൾ നിങ്ങളുടെ സംസാരത്തില് ഒരു അനുനയ രീതി സ്വീകരിക്കണം. കൊഞ്ചിക്കൊയഞ്ഞ് ആടി ഉലഞ്ഞ് ചിരിച്ചു കളിച്ച് അന്യ ആളുകളോട് സംസാരിച്ചു കഴിഞ്ഞാൽ മാറും. ഹൃദയത്തിൽ രോഗമുള്ള ആൾക്ക് ആഗ്രഹം തോന്നിപ്പോവും. ആഗ്രഹം തോന്നുന്ന രീതിയിൽ ഒരു പെണ്ണ് സംസാരിക്കാൻ പാടില്ല. പിന്നെ വക്കുലിനെ പോലെ മാറൂഫ, മാന്യമായ രീതിയിൽ ന്യായമായ വാക്കുകളൊക്കെ ഒരു പെണ്ണിന് പറയാൻ പാടുള്ളൂ. ആണുങ്ങളെ ചായച്ചെടുക്കുന്ന രീതിയിലുള്ള വർത്തമാനങ്ങളാണ് ഇന്ന് കേൾക്കുന്നത് മുഴുവൻ. അത് കേൾക്കാനാണ് ആണുങ്ങൾ ഒരുങ്ങിയിരിക്കുന്നതും. അതേപോലെ തന്നെ ഏറ്റവും വലിയ മഹത്തായ പ്രതിഫലമുള്ള സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന കർമ്മമാണ് ഹജ്ജ് എന്ന് പറയുന്നത്. ഹജ്ജിലേക്ക് പോലും മഹറമില്ലാതെ പോകാൻ അനുവദിച്ചിട്ടില്ല. ഒരാണും പെണ്ണും അന്യപുരുഷനും ഒറ്റയ്ക്കിരിക്കാൻ പാടില്ല. ലാ യഖ്ലുവന്ന റജുലുൻ ബിംറഅത്തിൻ ഇല്ലാ വമഅഹാ ദൂ മഹ്റം. ഒരു വിവാഹത്തിന് നിഷിദ്ധമായ ഒരാളോട് കൂടിയല്ലാതെ ഒരു പെണ്ണിന് യാത്ര ചെയ്യാനും ഇരിക്കാനും പാടില്ല എന്ന് ഇസ്ലാം വെച്ച നിയമങ്ങളാണ്. അതൊക്കെ അവളുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ്. അതേപോലെ തന്നെ യാത്രയുടെ കാര്യത്തിലൊക്കെ പറഞ്ഞു. ഇത് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാന്നിധ്യത്തിൽ വെച്ച് ഒരു മനുഷ്യൻ എണീറ്റ് നിന്നുകൊണ്ട് പറഞ്ഞു, ഫഖാല യാ റസൂലല്ലാഹ് ഇന്ന ഇംറാത്തി ഖറജത് ഹജ്ജ. എന്റെ ഭാര്യ ഹജ്ജിന് പുറപ്പെട്ടിട്ടുണ്ട്. ഞാനാണെങ്കിൽ ഇന്ന് യുദ്ധത്തിൽ പങ്കെടുക്കാൻ വേണ്ടി രേഖപ്പെടുത്തുകയും ചെയ്തിട്ട് കരാർ ചെയ്തിട്ടുണ്ട്, പേര് കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്തറിയോ, നീ നിന്റെ ഭാര്യന്റെ കൂടെ പോയി ഹജ്ജ് നിർവഹിക്കുന്നു. ഇസ്ലാമിനെ സഹായിക്കാൻ ബൈഅത്ത് ചെയ്ത് ഇസ്ലാമിന് ആവശ്യമുണ്ട് അല്ലെ, യുദ്ധത്തിൽ ആള് വേണം. ഇതിനേക്കായി ഒക്കെ വലുതായി കണ്ടത് എന്താ അറിയോ, നീ നിന്റെ ഭാര്യയോട് കൂടി ഹജ്ജ് ചെയ്യലാണെന്നാ. ആണ് കൂടല്ലാതെ ഒരു മഹറമില്ലാതെ ഹജ്ജിന് പോകാൻ പാടില്ല, ഉംറക്ക് പോകാൻ പാടില്ല. എനിക്ക് പോകാനായിട്ടല്ല, ഭാര്യനെ ഞാൻ ഇന്ന ആളെ കൂട്ടത്തിൽ അയച്ചിട്ടുണ്ട് എന്ന് അഭിമാനത്തോടു കൂടി പറയുന്ന ആളുകളുള്ള കാലത്താണ്. എന്ത് അഭിമാനമുള്ളത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനയ്ക്ക് എതിര് പ്രവർത്തിച്ചിട്ട് അതിൽ അഭിമാനം കൊള്ളുവാണോ? അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് വിശ്വാസികളെ, നമ്മളെപ്പോഴും അള്ളാഹുവിനെ നിരന്തരമായി പേടിച്ചു ജീവിക്കുക. നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ സമ്പത്തിൽ ഈ ലോക ജീവിതമാണ് നമ്മളെ സ്വർഗം നേടാനും നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ജീവിതം. അള്ളാഹു നമുക്ക് എന്ത് നൽകിയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ സ്വർഗം ഉണ്ടാക്കുക എന്നതാണ് വിശ്വാസി. അവനാണ് ബുദ്ധിമാൻ. അൽ കയ്യിസുമൻ ദാന നഫ്സു ലിമാൻ ബഅദൽ. ഒരു ബുദ്ധിമാൻ എന്ന് പറഞ്ഞാൽ അവന്റെ മരണശേഷമുള്ള ജീവിതത്തിന് വേണ്ടി കരുതുന്നവനാണ്, ഒരുക്കി വെക്കുന്നവനാണ്. ആ ഒരു രീതിയിൽ നമ്മളാവണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ പണ്ഡിതൻ മാലിക് സലഫി ഒരു ആക്സിഡന്റ് സംഭവിച്ചിട്ടുണ്ട്. സർജറിയൊക്കെ ആവശ്യം വന്ന ഒരവസ്ഥയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ ശിഫ നൽകുമാറാകട്ടെ. ഇത്രയും പെട്ടെന്ന് ആരോഗ്യത്തോടെ ദീനി രംഗത്തേക്ക് അള്ളാഹു തിരിച്ചു കൊണ്ടുപോകാൻ നമ്മിൽ വന്ന പോരായ്മകൾ, തെറ്റുകുറ്റങ്ങൾ റബ്ബ് സുബ്ഹാനഹു വ തആല പുറത്തുമാക്കി പെരുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയും ശാരീരികമായി, സാമ്പത്തികമായി, മാനസികമായൊക്കെ വന്ന പോരായ്മകൾ റബ്ബ് നമുക്ക് വിട്ടുകുറിച്ച് മാപ്പാക്കി പെരുമാറാകട്ടെ. മരിക്കുന്ന നേരം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് ഇഖ്ലാസോടുകൂടി ഉച്ചരിച്ച് മരിക്കാൻ സ്വർഗ്ഗം കൊണ്ട് മരിക്കുന്ന ഭാഗ്യവാന്മാരിൽ അല്ലാഹു നമ്മളെ ചേർക്കുമാറാകട്ടെ. നമ്മെ തേടി വരുന്ന മുസീബത്തുകൾ അല്ലാഹു വഴിമാറ്റുമാറാകട്ടെ. നമ്മളെ പോറ്റി വളർത്തി വിട്ടുപിരിഞ്ഞ മാതാപിതാക്കൾക്ക് അല്ലാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. അവരെയും നമ്മെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് വെക്കുമാറാകട്ടെ.
اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم انصر المسلمين في كل مكان. اللهم انصر لهم على عدوك وعدوهم وانصرنا على القوم الكافرين وانصرنا على القوم الظالمين برحمتك يا أرحم الراحمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. أقم الصلاة.